എൻ്റെ ഒരു പ്ലാന്റഡ് അക്വേറിയമാണ്. നീളം 2 അടി, ഉയരം 1 അടി, വീതി 2 അടി. ഇതിൽ ഒരു എന്താ പറയുക, സബ്മിസീവ് ഫിൽറ്റർ ഉണ്ട്, ഒരു ഹാങ് ഓൺ ബാക്ക് ഫിൽറ്റർ ഉണ്ട്, അതുപോലെ ഒരു അക്വേറിയം ലൈറ്റും ഉണ്ട് ലൈറ്റിന് വേണ്ടി. ഈ 2 ഫിൽറ്റർ ഞാൻ ഉപയോഗിക്കുന്നത് ഈ വാട്ടർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൽ കൺട്രോൾഡ് എയറേഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഒരു DIY CO2 നമ്മൾ ചെയ്തിട്ടുണ്ട്. താഴെയാണ് DIY CO2 ചെയ്തേക്കുന്നത്. അതുമുണ്ട്, അതും കൺട്രോൾഡായിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അക്വേറിയം. ലോങ് വ്യൂ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ്. നമ്മൾ ഇത് പ്ലാന്റഡ് ചെയ്തിരിക്കുന്നത് പ്യൂർലി വാൾ സ്റ്റഡ് മെത്തഡാണ്. ഈ അക്വേറിയം തന്നെ ഇത് ഒരു ഇക്കോസിസ്റ്റം ആയിട്ട് മാറി. ഇക്കോസിസ്റ്റം ആയിട്ട് മാറാൻ ഞാൻ നാട്ടിൽ തോട്ടിൽ നിന്ന് കുറച്ച് കല്ലുകൾ കൊണ്ടുപോയി അത് ആ വെറ്റായിട്ട് തന്നെ കൊണ്ടിട്ടു. അപ്പോൾ എൻ്റെ വിശ്വാസം നമ്മുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയാസിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ മീനിപ്പോൾ കുറവാണ്. ഞാനൊന്ന് കഴിഞ്ഞ അവിടെ നാട്ടിൽ പോയപ്പോഴേ ഇത്രയും ഹൈറ്റിന് വെള്ളം നിറച്ചിട്ട് പോയി. അപ്പോൾ തിരിച്ചില്ല, താമസിച്ചാലോ വരുള്ളൂ. 2 മാസത്തേക്ക് വേണ്ടി നാട്ടിൽ പോയി. ആ ടൈമിലാണെന്ന് തോന്നുന്നു നമ്മുടെ മീനൊക്കെ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊരു 4 ഏഞ്ചലുണ്ടായിരുന്നു, കുറച്ച് സോട്ടയിലുണ്ടായിരുന്നു. ടൈഗർ ബാർബ് ഇത്ര ഉള്ളായിരുന്നു, ഇതിനൊന്നും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ നമ്മൾ ലോങ് റണ്ണൊക്കെ പോവുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലും വെക്കേഷന് പോവുകയാണ്, അക്വേറിയം നോക്കാനുള്ള ടൈമില്ല, അങ്ങനെയുള്ള കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ ക്യൂപിറ്റ്സിൻ്റെ. ഇത് ഞാൻ 2 മേടിച്ചിട്ടുണ്ടോ. എൻ്റെ ഇപ്പുറത്തെ ടാങ്കിലും സെയിം തന്നെ ഇരിക്കേണ്ടത്. ഈ ക്യൂപിറ്റിൻ്റെ ഓട്ടോമാറ്റഡ് ഫിഷ് ഫീഡർ. ഇത് ഡെയിലി 2 നേരം, രാവിലെ 8:30, വൈകുന്നേരം 8:30 അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി ഏത് ടൈമാണെന്ന് വെച്ചാൽ. ഇപ്പോൾ ഏതാണ് ടൈം, ഇപ്പോൾ ഒന്ന് ഡിസ്പെൻസ് ആവും, പിന്നെ എക്സാക്ട്ലി 12 മണിക്കൂർ നമ്മൾ ഡിസ്പെൻസ് ആവും. ഇതിൽ നമുക്ക് ഫീഡ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും മീന് വീഴാൻ പാകത്തിനുള്ളതാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു പ്ലാന്റഡ് ടാങ്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.